ജയിൽവാസം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗം കൂടിയാണ്. ജയിലിൽ പോകാൻ താല്പര്യപ്പെടുന്നവർക്കാണ് പൊതുപ്രവർത്തനത്തിൽ എപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇപ്പം നമ്മളൊക്കെ പൊതുപ്രവർത്തനത്തിൽ വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഞങ്ങളൊക്കെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, പോലീസ് മർദ്ദനം അനുഭവിച്ചിട്ടുണ്ട്. അന്ന് ഇതുപോലുള്ള മാധ്യമങ്ങളുടെ സഹായമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ ജയിലിൽ പോയ സമയത്ത് ഇതുപോലെ ഒരു മാധ്യമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ലോകപ്രസിദ്ധരായിപ്പോയി. പക്ഷെ അങ്ങനെ മാധ്യമങ്ങളൊന്നും ഇപ്പം ഇത് പഴയതുപോലല്ല. ഇപ്പം ചില ആളുകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുകയാണല്ലോ. എന്തായിരുന്നു ഇന്നലെ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ മാധ്യമങ്ങൾ കാണിച്ചത്? ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു വിദ്യാർത്ഥി യുവജന നേതാവ് ജയിലിൽ പോകുന്നത്. ഇന്ന് ഈ മന്ത്രിസഭയിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജയിലിൽ പോകാത്ത ആളാണ്. ആരുടെയെങ്കിലും ഫോട്ടോ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്? ഇന്ന് എത്രയോ വിദ്യാർത്ഥി നേതാക്കന്മാർ ഈ ഘട്ടത്തിൽ തന്നെ ജയിലിൽ പോയിട്ടുണ്ട്, ഇപ്പൊ ജയിലിലുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾ പുതിയ കുറെ നേതാക്കന്മാരെ സൃഷ്ടിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുള്ളൂ, വിളഞ്ഞു പഴുക്കണം. വിളയാതെ പഴുത്താൽ അത് അധികകാലം നിൽക്കില്ല. അപ്പൊ വിളഞ്ഞു പഴുക്കട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ഈ അറസ്റ്റ്? നിയമവിരുദ്ധ കാര്യം ഞങ്ങൾ ചെയ്യുന്നു. ഇതിനകത്ത് സർക്കാരിനെ എന്തിനാ ആക്ഷേപിക്കുന്നത്? അക്രമം നടത്താൻ നേതൃത്വം കൊടുത്ത് അക്രമത്തിന്റെ മുന്നിൽ പരസ്യമായ നിലപാട് സ്വീകരിച്ച് അതിന്റെ എല്ലാം വീഡിയോയും അതിന്റെ എല്ലാം കാഴ്ചകൾ ലോകം കണ്ടുകൊണ്ടിരുന്നതല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റോ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതുകൊണ്ട് അക്രമം നടത്താൻ മുൻകൈ എടുത്ത അറസ്റ്റ് ചെയ്താൽ തരത്തില്. അങ്ങനെ അക്രമം നടത്താൻ മുൻകൈ എടുത്ത ആരാണ് ഈ രാജ്യത്ത് ജയിലിൽ പോകാത്തത്? നിയമത്തിന്റെ വഴിക്ക് പോയി അത്രേ ഉള്ളൂ. അത് അദ്ദേഹത്തെ വഴി വെച്ച് അറസ്റ്റ് ചെയ്യാൻ പോകാഞ്ഞത് മാന്യത. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഘർഷം ഉണ്ടാക്കേണ്ട, വീട്ടിൽ പോയി നിയമമനുസരിച്ച് നടപടി സ്വീകരിച്ചു. പുലർച്ചെ ആയിക്കോട്ടെ, രാത്രിയിലായിക്കോട്ടെ, എപ്പോഴും പകൽ അറസ്റ്റ് ചെയ്താൽ വെറുതെ സംഘർഷം ഉണ്ടാവില്ല. ഇന്നലെ പകൽ മുഴുവൻ സംഘർഷം ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട കോടതി ഇത് സംബന്ധിച്ചൊരു ശിക്ഷ വിധിച്ചു, റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ആ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ 14 ദിവസം എന്നൊക്കെ പിന്നെ 14 ദിവസമല്ലല്ലോ നമ്മൾ റിമാൻഡ് ചെയ്ത പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആളുകൾ മേടിച്ചു പോകും. ആ പടം 1-2 ദിവസമല്ലേ ഇത് വരത്തുള്ളൂ. അപ്പൊ കോടതി ഇന്നലെ അത് പറഞ്ഞതിന് ശേഷം കോടതിയുടെ മുമ്പിൽ എന്താ കാണിച്ചത്? നിയമം കയ്യിലെടുക്കാൻ ആർക്കാണ് അവകാശം? ഇവരാണല്ലോ നിയമത്തെ ഒരുപാടങ്ങ് സാധൂകരിക്കുന്നത്. ഒരുപാട് നിയമജ്ഞന്മാരായിട്ട് വർത്തമാനം പറയുന്ന ഇവരാണല്ലോ. ഇന്ന് വരെ ഇവർ നിയമത്തെ അംഗീകരിച്ചിട്ടുണ്ടോ? ഇത്രയും ഈ കോടതി വിധി വന്നിട്ട് പോലും അതിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ആ നിയമാനുസൃതം ഞങ്ങളത് ഫൈറ്റ് ചെയ്യും എന്ന് പറയുന്നതിന് പകരം നിയമം കയ്യിലെടുത്തുകൊണ്ട് അക്രമം നടത്തുന്ന സ്ഥിതിയാണ് രാത്രിയിൽ കണ്ടത്. അവർക്കെതിരെ ശക്തമായ കേസെടുത്തിട്ടുണ്ട്. അവർ കുറ്റക്കാരാണെങ്കിൽ നിയമപരമായ നടപടി എന്താണോ സ്വീകരിക്കുന്നത് സ്വീകരിച്ചിരിക്കും. ഇതിനകത്ത് SFIയും DYFIയും കേസൊന്നുമില്ല. കുറ്റത്തിന്റെ ശക്തി അനുസരിച്ചാണ്, അല്ല ആ ചെയ്ത രീതി അനുസരിച്ചാണ്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കുറ്റം ചെയ്ത ഒരാളിനെ സംരക്ഷിക്കുന്ന പ്രശ്നം ഉദിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യാറുമില്ല. അവരുടെയൊക്കെ പേരിൽ കേസെടുത്തിട്ടുണ്ട്, നിയമ നടപടി സ്വീകരിക്കുന്നു.